കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക. കാരണം എങ്ങനെയാണ് നമ്മൾ വിവാഹത്തിലേക്ക് പോകേണ്ടതെന്നും ഏതൊരു വ്യക്തിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള വാല്യൂസാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാർട്ട്ണറിനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിവാഹത്തിന് ശേഷം ഹാപ്പി ആയിട്ട് സന്തോഷകരമായിട്ടും ആ ഒരു ഫ്രീഡമൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. കാരണം വിവാഹത്തിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഒരു വാല്യൂസിൻ്റെ മാത്രം ബേസിലാണ്. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടായിരിക്കും ഈ ഒരു വിവാഹത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒരു തരത്തിൽ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്, ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുണ്ടാവും. ഇതൊരു കറക്കക്കുത്താക്കി മാറ്റാതെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്കാണ് വരേണ്ടത്. ആ സെലക്ഷൻ പ്രോസസ്സാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അവരുടെ പ്രയോറിറ്റിയിൽ റിലേഷൻഷിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ആളുകളുണ്ടായിരിക്കും. അതൊരു വാല്യൂ ആയിട്ട് അവരെ കാണാൻ പറ്റും. അതേപോലെ വർക്ക് പ്രിയോറിറ്റി ഉണ്ടാവും, അവർ ജോലിയായിരിക്കും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ ഫാമിലീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതായത് ഫാമിലിയായിട്ട് ഒരു കൂട്ടുകുടുംബമായിട്ടൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് പക്ഷേ നേരെ തിരിച്ചും ഉണ്ടായിരിക്കും. ഒരു സിംഗിൾ ഫാമിലി ആയിട്ട് ഭാര്യയും ഭർത്താവും കുട്ടികളും മതിയെന്ന് ചിന്തിച്ച് അവരുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അതേപോലെ ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ പൈസ, മണി മേക്കിംഗ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. അതേപോലെ ഇവരുടെ ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാണിക്കുന്നവരുണ്ടായിരിക്കും. അതേപോലെ തന്നെ അവർ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതുപോലെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതുപോലെ നമ്മുടെ കൂടെയുള്ള ആളുകളോട് പെരുമാറുന്നത്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, എങ്ങനെയാണ് സഹജീവികളോട് പെരുമാറുന്നത്, അതുപോലെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളോട് ഇവർ തിരിച്ച് കാണിക്കുന്ന റെസ്പോൺസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു വാല്യുവേഷനായിട്ടൊക്കെ കാണാൻ പറ്റും. ഒരു ഭാര്യയായിട്ടും ഭർത്താവായിട്ടും കാണുന്ന ആളുകളാണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് ഈക്വൽ റിലേഷൻഷിപ്പ് മതി, നമുക്കൊരു പാർട്ട്ണർഷിപ്പ് മതി എന്നാഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ? നമുക്ക് ഇഷ്ടപ്പെട്ട സെക്സ് ടൈപ്പ് എന്താണെന്നുള്ളതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ LGBTQ പോലുള്ള കാര്യങ്ങളൊക്കെയാണോ നമ്മുടെ ഒരു സെക്സ് ടൈപ്പ്? പോളിഗമസ് ആയിട്ട് സെക്ഷൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ? ഇതെല്ലാം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ വാല്യൂസിൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആളാണോ, ഫെമിനിസ്റ്റിനോട് ആശയത്തോട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ, എതിർക്കുന്ന ആളാണോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. പുരുഷ മേധാവിത്വത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ ഈക്വൽ ലൈഫ് സ്റ്റൈലാണ് ഇഷ്ടപ്പെടുന്ന ആളാണോ, അതേപോലെ തന്നെ മതം, ജാതി, വിശ്വാസങ്ങളൊക്കെ വളരെയധികം വലിയ വാല്യൂ കൊടുത്തിട്ടുള്ള ആളാണോ, അതോ വലിയ വിശ്വാസം അത്രയൊന്നും ഇല്ല എന്ന് ചെറിയൊരു രീതിയിൽ മാത്രം വിശ്വാസമുള്ള, അല്ലെങ്കിൽ തീരെ വിശ്വാസമില്ല നിരീശ്വരവാദിയായിട്ടുള്ള ആളാണോ? ഇതെല്ലാം നമുക്ക് കാണേണ്ടതുണ്ട്. ഇതൊക്കെ വാല്യൂസ് ആയിട്ട് കാണേണ്ടതുണ്ട്. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറാവാൻ പോകുന്ന ആളിലൂടെ ഇത്രയും വാല്യൂസ് ചർച്ച ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ആശയവുമായിട്ട് നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വിവാഹ ജീവിതം ഹാപ്പി ആയിട്ട് കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ട ഒരു സപ്പോർട്ട് എനിക്ക് തരാൻ കഴിയുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിൽ സംസാരിക്കാനോ ഷെയർ ചെയ്യാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് വാട്സപ്പിൽ നമുക്ക് സംസാരിക്കാനോ കണ്ട് സംസാരിക്കാനോ ഷെയർ ചെയ്യാനോ എന്നിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.